ചെണ്ടുമല്ലി കൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് മടിക്കൈ തെക്കൻ ബംഗളത്തെ തത്വമസി രാജൻ. കഴിഞ്ഞ 4 വർഷത്തോളമായി ഓണക്കാലത്ത് ഈ പൂക്കൃഷിയിലൂടെ നല്ലൊരു വരുമാനമാണ് രാജൻ നേടിയെടുക്കുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇന്ന് തന്നെ അടുത്തുള്ള ഷോറൂം സന്ദർശിക്കൂ. ഓണം വിപണി ലക്ഷ്യമാക്കി നടത്താറുള്ള ചെണ്ടുമല്ലി കൃഷിയിലൂടെ ഇതുവരെ തനിക്ക് നഷ്ടം നേരിടേണ്ടി വന്നിട്ടില്ലെന്നാണ് രാജൻ പറയുന്നത്. കാർഷിക കുടുംബത്തിൽ ജനിച്ച രാജൻ ചെറുപ്പം മുതൽക്ക് തന്നെ കാർഷിക രംഗത്തുണ്ട്. വാഴകൃഷി, പശുവളർത്തൽ, മീൻ കൃഷി എന്നീ മേഖലയിലെല്ലാം രാജൻ വിജയഗാഥ തുടരുന്നു. ഇത്തവണ 50 സെന്റ് സ്ഥലത്താണ് രാജൻ ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. ഏകദേശം 15,000 രൂപ ചെലവഴിച്ച് നടത്തിയ ഇത്തവണത്തെ കൃഷിയിലും രാജന് മികച്ച ലാഭം ലഭിക്കുമെന്നത് സുനിശ്ചിതമാണ്. ഞാൻ 2-3 വർഷമായി ഇതേപോലെ ചെണ്ടുമല്ലി കൃഷി നടത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്ന് പറഞ്ഞാൽ മടിക്കയിൽ ഒരു 10 സെന്റ് സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി ചെയ്ത് പഞ്ചായത്ത് പ്രസിഡന്റാന്നെല്ലാം ഉദ്ഘാടനം ചെയ്തത്. ഇപ്രാവശ്യം ഞാൻ നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ ചെണ്ടുമല്ലി കൃഷി 3 സ്ഥലത്തായിട്ടാണ് നടത്തിയില്ലേ. ഒന്ന് പറഞ്ഞാൽ പാറപ്പുറത്ത് അവിടെ കവുങ്ങും, പിന്നെ വാഴപ്പുറത്ത്, പിന്നെ വാഴയുടെ ഇടയിൽ കുറേ ഒരു 10-400 തെയ്യും അങ്ങനെ നട്ടിട്ടാണ് ഇപ്രാവശ്യം ചെണ്ടുമല്ലി കൃഷിയാക്കിയിട്ടുള്ളത്. പ്രതികൂല കാലാവസ്ഥയുണ്ടായിരുന്നുവെങ്കിലും അതിനെ എല്ലാം അതിജീവിച്ചാണ് രാജൻ ചെണ്ടുമല്ലി കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കിലോയ്ക്ക് 280 രൂപ എന്ന നിലയ്ക്കാണ് ചെണ്ടുമല്ലി പൂക്കൾ വിൽപ്പന നടത്തുന്നത്. ഇപ്രാവശ്യം ഞാൻ വേഗ ഉദ്ഘാടനമാക്കി അതിൻ്റെ ഒരു വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തി തന്നാണ്. എല്ലാ ക്ലാസ്മേറ്റിൻ്റെ കുറേ ആൾക്കാർ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പൂ തരുമെന്നിൽ ചോദിച്ചുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം പെട്ടെന്ന് ചിങ്ങം തുടങ്ങുന്നതിന് ഇപ്പോൾ തന്നെ ഇത് വിളവെടുപ്പ് ഉദ്ഘാടനം നമ്മളെ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ സന്ധ്യ. അപ്പോൾ ഈ നല്ല ഓർഡർ ഉണ്ട്. ഇപ്പോൾ നല്ല വിലയുണ്ട് എന്നുള്ള രീതിയിൽ ഒരു 220 രൂപ വിലക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് വിൽപ്പന നടത്തുന്നത്. ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി പൂക്കളമൊരുക്കാൻ പൂ ആവശ്യപ്പെട്ട് നിരവധി പേർ എത്തുന്നുണ്ടെന്നും രാജൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.